നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര കുഴൽപ്പണ കേസ് കൊച്ചിയിലെ ED കോടതിയിലേക്ക് മാറ്റാൻ നീക്കം. പിള്ളപ്പാറയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. മൂക്കന്നൂർ വികസന സമിതി നേതൃത്വം നൽകുന്ന ജനകീയ വികസന മുന്നണി 8 വാർഡുകളിൽ ഒരു മുന്നണിയായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ലഹരി വേണ്ട സ്പോർട്സ് മതി എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് രണ്ടാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റ് അങ്കമാലിയിൽ ഡിസംബർ 15-16 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. കൊടകര കുഴൽപ്പണ കേസ് കൊച്ചിയിലെ ED കോടതിയിലേക്ക് ഇന്ന് മാറ്റാൻ നീക്കം. കൊടകര കുഴൽപ്പണ കേസിന്റെ ട്രയൽ കോടതി മാറ്റാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ EDയുടെ കോടതിയിലേക്ക് മാറ്റാനാണ് EDയുടെ ശ്രമം. വിഷയത്തിൽ ED കേസിനൊപ്പം നിലവിൽ ഇരിങ്ങാലക്കുട കോടതി പരിഗണിക്കുന്ന കേസ് കൂടി പരിഗണിക്കാം എന്നതാണ് ED ഉന്നയിക്കുന്ന ആവശ്യം. എന്നാൽ ED നീക്കത്തിൽ സർക്കാർ എതിർപ്പ് അറിയിച്ചു. കള്ളപ്പണത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ മാത്രമാണ് EDക്ക് അധികാരം. മോഷണ കേസ് അന്വേഷിക്കേണ്ടത് പോലീസാണെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ NK ഉണ്ണികൃഷ്ണൻ കോടതിയിൽ നിലപാടറിയിച്ചു. BJPയെ വെട്ടിലാക്കിയ കൊടകര കുഴൽപ്പണ കവർച്ച നടന്ന് 4 വർഷം പൂർത്തിയാകുമ്പോഴാണ് ED ഇത്തരമൊരു നീക്കം നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനായി BJP കേരളത്തിലെത്തിച്ച 3.5 കോടി രൂപ കൊടകരയിൽ വെച്ച് കവർന്നു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ. 2021 ഏപ്രിൽ 3 പുലർച്ചെ 4:40 പണമടങ്ങുന്ന വാഹനം കൊടകരയിൽ തട്ടിപ്പ് സംഘം കവർന്നത്. അന്വേഷണം നടത്തിയ കേരള പോലീസ് ഇത് കുഴൽപ്പണമാണെന്നും ഇതിൽ BJP നേതാക്കൾക്ക് പങ്കുണ്ടെന്നും ആരോപിച്ചെങ്കിലും പിന്നീട് നിലപാട് മാറി. കേസ് അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ അന്നത്തെ BJP സംസ്ഥാന അധ്യക്ഷനെ വരെ തൃശൂരിൽ വിളിച്ചു വരുത്തി തെളിവെടുത്തു. കൊടകരയിൽ പണം കവർന്നതിന് നേരിട്ടും പരോക്ഷമായും പങ്കാളികളായി 22 പേരെയാണ് പോലീസ് പ്രതി ചേർത്തത്. മാസങ്ങളോളം അന്വേഷണം നടത്തിയ പോലീസിന് കവർന്ന 3.5 കോടിയിൽ 1.4 കോടി കണ്ടെത്താനായില്ല. കൊടകരയിലൂടെ കണക്കിൽ കാണിക്കാതെ കൊണ്ടുപോയ പണം തന്റേതാണെന്ന് അവകാശപ്പെട്ടെത്തിയ BJP അനുഭാവി ധർമ്മരാജനെ പോലും കേരള പോലീസ് 2ാം സാക്ഷിയാക്കുകയായിരുന്നു. പിള്ളപ്പാറയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. വെളുപ്പിന് 3 മണിയോടെയാണ് ഫെൻസിംഗ് തകർത്താണ് കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലെത്തിയത്. ആനക്കൂട്ടം വ്യാപകമായി കൃഷിനാശം വരുത്തി. രാവിലെ 10 മണിയോടെയാണ് വനപാലകരെത്തി ആനയെ കാടുകയറ്റിയത്.
ചാലക്കുടി നഗരസഭ സെന്റ് ജോസഫ് ചർച്ച് വാർഡിൽ UDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥി VO പൈലപ്പൻ അധ്യക്ഷത വഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, 7ാം വാർഡ് സ്ഥാനാർത്ഥി ബിന്ദു ജോർജ്, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജോർജ് കൂനമാവ്, തോമസ് മുന്നിൽ, ജിതിൻ കാട്ടാളൻ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ ഏത് പാതിരിക്ക് വിളിച്ചാലും ഏത് വിഷയത്തിന് വന്നാലും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എന്നാൽ കഴിയാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് സ്നേഹം എന്നെ സഹായിക്കാൻ പറഞ്ഞു. ഇപ്പൊ എന്തായാലും ഈ ചാലക്കുടിയിൽ ഉണ്ടാവില്ല എൻ്റെ വീട് പോലുള്ള അത്യാവശ്യം ഇത്ര വലിപ്പമുള്ള കാര്യം, ബാങ്കിന്റെ കുറച്ച് ലോണൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ലോൺ ഉണ്ടെങ്കിലും ഇത്ര വലിയ വീടും മതിലും പണിതിട്ട് ഇന്ന് വരെ 24 കൊല്ലമായിട്ട് ഗേറ്റ് അടച്ചിടാത്ത ഒരു വീടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ സമ്മാനം ചെയ്യാം. നിങ്ങൾ ഏത് പാതിരിക്ക് പോകുമ്പോൾ നോക്കിക്കോ, എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ട് നോക്കിക്കോ. എൻ്റെ വീടിൻ്റെ ഗേറ്റ് 2004 മെയ് മാസത്തില്, അങ്ങനത്തെ ഒരു മാസത്തിലാണ്, ഏപ്രിൽ മെയിലാണ് ഞാൻ താമസിച്ചത്. അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഗേറ്റ്, ഇപ്പോഴും ആ ഗേറ്റ് ഒന്ന് അടയ്ക്കണമെങ്കിൽ 5 ആൾ പിടിച്ചു വലിച്ചാലാണ് കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഈ വാർഡിൽ പോരായിണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ മൊത്തത്തിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കയറി ചെയർമാനായപ്പോൾ ഈ പ്രാവശ്യം കോവിഡായിരുന്നു. അത് മനുഷ്യന്റെ ജീവൻ രക്ഷിക്കുന്ന കാര്യമാണ്. അതിന്റെ ഓട്ടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ വാർഡിലേക്ക് മാത്രം കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചു. ഞാൻ പറയണില്ല, അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നുണ പറയുന്നതായിരിക്കും. അപ്പൊ എന്തുണ്ടായെന്ന് വെച്ചാൽ 1.72 എന്ന് പറഞ്ഞ് ഞാനൊന്നും ചെയ്തില്ല. ഇവിടെ ഇത്രയും ചെയ്തു. ഈ വാർഡിൽ ഞാൻ ഇതല്ല, ഈ വാർഡിൽ ചെയ്ത കാര്യം പറഞ്ഞു വരുന്നുണ്ട്. ഞാൻ 7ാം വാർഡിൽ കൃത്യമായിട്ട് പറയാ 3,72,00,000 രൂപയുടെ വർക്കുകൾ ചെയ്തു. 1 കോടി രൂപയുടെ സ്ഥലം മേടിച്ചു. സ്ഥലം എന്ന് പറഞ്ഞാൽ 22 സെന്റ് സ്ഥലം മേടിച്ചു. 18 സെന്റ് തീർന്നു കഴിഞ്ഞതിൻ്റെ ഒരു 3 സെന്റും കൂടി ഉണ്ട്. അത് അവർ പെരപണിയെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവരോട് നിങ്ങൾക്ക് എത്ര കാശ് പണിയും തരാം, കാരണം എനിക്ക് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞവർ പറഞ്ഞു. പൈലപ്പം അതും കൂടി മേടിച്ച് എത്ര കാശാലും ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവരെ വിഷമിപ്പിക്കാണ്ട് മേടിക്കുന്ന എനിക്കുള്ളൂ. ബലം പിടിച്ച് മേടിച്ചാൽ പിന്നെ അതൊരു വിഷമത്തിനിടയാവും. അപ്പം അങ്ങനെയാണ്. അപ്പം മൂക്കന്നൂരിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച് പൊതുപ്രശ്നങ്ങളിൽ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയ മൂക്കന്നൂർ വികസന സമിതി നേതൃത്വം നൽകുന്ന ജനകീയ വികസന മുന്നണി 8 വാർഡുകളിൽ ഒരു മുന്നണിയായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. 1, 4, 5, 6, 7, 8, 12, 13 എന്നീ വാർഡുകളിലാണ് ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല ഗ്രാമപഞ്ചായത്തുകളിൽ മത്സരിക്കേണ്ടതും ഭരണം നടത്തേണ്ടതും എന്ന പഞ്ചായത്ത് രാജ് ആക്ടിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് മറ്റു രാഷ്ട്രീയ മുന്നണികൾക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്തി ജനകീയ വികസന മുന്നണി മത്സരിക്കുന്നത്. ലളിതമായ ശൈലിയിൽ ആർഭാടമില്ലാതെയുള്ള മത്സര രീതി, തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടുവരുന്ന അഭിലഷണീയമല്ലാത്ത ചില പ്രവണതകൾക്കെതിരായുള്ള നിലപാടുകൾ, തെരഞ്ഞെടുക്കപ്പെട്ടാൽ സുതാര്യമായ ഭരണം, ഗ്രാമസഭകളെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം, ഇവയെല്ലാമാണ് ജനകീയ വികസന മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതും തെരഞ്ഞെടുപ്പിന് ശേഷം ഉറപ്പു നൽകുന്നതും. വികസന സമിതി പ്രവർത്തകരും നാട്ടുകാരും വലിയ ആവേശത്തിലാണ്. ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ച് അവർ സ്ഥാനാർത്ഥികൾക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. മൂക്കന്നൂർ പഞ്ചായത്തിൽ ചരിത്രം സൃഷ്ടിക്കുന്ന വലിയ വിജയം ഉണ്ടാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. ഇങ്ങനെ ഒരു മാറ്റത്തിനായി വലിയൊരു ജനസമൂഹം ആഗ്രഹിക്കുന്നതായി ഭവന സന്ദർശനങ്ങൾക്ക് ശേഷം പ്രവർത്തകർക്ക് ബോധ്യമായിട്ടുണ്ടെന്ന് വികസന മുന്നണി പ്രവർത്തകർ പറഞ്ഞു. ലഹരി വേണ്ട സ്പോർട്സ് മതിയെ നാശത്തിലൂന്നിക്കൊണ്ട് 2ാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റ് അങ്കമാലിയിൽ ഡിസംബർ 15, 16 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യോഗ, വടംവലി, നെറ്റ്ബോൾ എന്നീ കായിക ഇനങ്ങളിൽ 2 ദിവസങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. വൈകുന്നേരം 4 മണി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങൾ വീക്ഷിക്കുന്നതിന് കാണികൾക്ക് തികച്ചും സൗജന്യമായ അവസരം ലഭിക്കുന്നതാണ്. കായിക മത്സരങ്ങൾക്ക് പുറമെ വിവിധങ്ങളായ കലാപ്രകടനങ്ങളും ഫുഡ് കോർട്ടുകളും വിവിധ തരം വസ്തുക്കളുടെ വിപണനശാലകളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0484252338 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ മോർണിംഗ് സ്റ്റാർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഷെമി ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ജിഷ M. ജോസഫ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ മെറ്റിൽഡ തോമസ്, ഹോം സയൻസ് റിസർച്ച് വിഭാഗം മേധാവി ഡോക്ടർ മേഘ തമ്പി എന്നിവർ പങ്കെടുത്തു. ഫുട്ബോൾ കോമ്പറ്റീഷൻ ഓൾ ഇന്ത്യ ലെവലിലാണ്. ഇപ്പോഴത്തെ നിലവിലെ രജിസ്ട്രേഷൻ അനുസരിച്ച് പോണ്ടിച്ചേരി, ബാംഗ്ലൂർ, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ കോളേജുകളാണ് ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കൺഫേം ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് 15 ടീംസ് ആണ് നിലവിൽ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടഗ് ഓഫ് വാർ ആണ്. ഓപ്പൺ ടഗ് ഓഫ് വാർ എന്നുള്ളതിൽ സ്ത്രീ പുരുഷ സമത്വത്തോടു കൂടി മിക്സഡ് ആണ് ഇവന്റ് നടക്കുന്നത്. 4 സ്ത്രീകളും 4 പുരുഷന്മാരാണ് മത്സരത്തിൽ മാറ്റിയിരിക്കുന്നത് ഒരു ടീമില്.
അങ്ങനെയായിട്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പ് വെച്ചിരിക്കുന്നത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ടീമുകൾ മീൻസ് കോളേജ് എന്നുള്ള രീതിയിലല്ല, അല്ലാത്ത ക്ലബ്ബുകളായിട്ടും സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ആയിട്ട് തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. യോഗ ചാമ്പ്യൻഷിപ്പ് നമ്മൾ 3 കാറ്റഗറിയിലായിട്ടാണ് നടക്കുന്നത്. 6 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. ടൂർണമെന്റ് നടക്കുകയാണ്. അതിന്റെ സമയം വൈകുന്നേരം 3 മണി മുതൽ 10 മണി വരെയാണ്. പ്രധാനമായും 3 ഈവന്റ്സ് ആണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടക്കുക. ഓൾ ഇന്ത്യ ഇന്റർ കോളേജ് മീറ്റ് നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മെൻ ആൻഡ് വിമൻ കാറ്റഗറി, ഓൾ കേരള മിക്സഡ് ഓപ്പൺ ടഗ് ഓഫ് വാർ ചാമ്പ്യൻഷിപ്പ്, ഓൾ കേരള ഇന്റർ സ്കൂൾ ആൻഡ് കോളേജ് യോഗ ചാമ്പ്യൻഷിപ്പ് മെൻ ആൻഡ് വിമൻ. ഈ പ്രോഗ്രാമിലേക്ക് ഇടതുകര കനാലിൽ നിന്ന് കോരിയ മാലിന്യങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ കാൽനട വാഹനയാത്രികർ ഉൾപ്പെടെ ദുരിതത്തിൽ. മഞ്ഞപ്പുറ 10ാം വാർഡ് ഉൾപ്പെടുന്ന മെഡിക്കൽ സെന്റർ ആശുപത്രി RC ചർച്ച് റോഡിലാണ് കാനിൽ നിന്ന് കോരിയ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. മാലിന്യം കനാലിൽ നിന്ന് കോരി റോഡിലിടുന്നതല്ലാതെ നീക്കം ചെയ്യാത്തതിനാൽ ജനങ്ങൾ ഏറെ കഷ്ടപ്പെടുന്നു. ചെറുവാഹനങ്ങൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ കടന്നു പോകുന്ന ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും മാലിന്യങ്ങളുടെ അരികു ചേർന്നാണ് സഞ്ചരിക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ പലപ്പോഴും അപകടത്തിൽപ്പെടുന്നുണ്ട്. മാലിന്യം റോഡരികിൽ നിന്നും എത്രയും വേഗം നീക്കം ചെയ്യണമെന്ന് ഇന്ദിരാഗാന്ധി കൾച്ചർ ഫോറം ആവശ്യപ്പെട്ടു. ചാലക്കുടി നഗരസഭയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾക്ക് വികസനത്തിന് മാർഗദർശകമായി ചാലക്കുടി റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ ക്രാക്ട് ദിശാവികസന പത്രം പ്രകാശനം ചെയ്തു. നഗരവികസനം, ശുചിത്വം, പരിസ്ഥിതി സംരക്ഷണം, പൊതുസുരക്ഷ, കുടിവെള്ളം, മാലിന്യ സംസ്കരണം തുടങ്ങി വിവിധ മേഖലകളിൽ ചാലക്കുടി നഗരത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പാക്കേണ്ട 19 വികസന പ്രവർത്തനങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ചാലക്കുടിയിലെ തെരുവു നായ്ക്കളുടെ ശല്യത്തിന് പരിഹാരം, CCTVകൾ സ്ഥാപിക്കൽ, പോട്ട സുന്ദരി കവലയിൽ അപകടരഹിതമായ ട്രാഫിക് പരിഷ്കാരം, പറയൻതോട് സംരക്ഷണം അടക്കമുള്ള പദ്ധതികൾ വിശദമായി വികസന പത്രത്തിൽ പരാമർശിക്കുന്നു. ചാലക്കുടിയെ കൂടുതൽ താമസയോഗ്യവും സുസ്ഥിരവുമായ നഗരമായി മാറ്റിയെടുക്കുകയാണ് വികസന പത്രത്തിന്റെ ലക്ഷ്യമെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ വികസന പത്രിക ക്രാക്ട് പ്രസിഡന്റ് പോൾ പാറയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MG ബാബുവിനെ കൈമാറി പ്രകാശനം ചെയ്തു. ക്രാക്ട് സെക്രട്ടറി PD ദിനേശ്, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി II അബ്ദുൾ മജീദ്, ലോയിസ് മേലേപ്പുറം, സംവിധായകൻ P സുന്ദർദാസ്, UK വാസു, സിമി അനൂപ്, മിൻഹാജ്, പോൾസൺ മേലേപ്പുറം, ജോർജ് തുടങ്ങിയവർ ഇതിനോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. മുഴുവൻ സ്ഥാനാർത്ഥികളും ജനാധിപത്യത്തിൽ മത്സരിച്ച് വിജയിച്ചു വരുമ്പോൾ ജാതി ഭേദമന്യേ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ അവർ നമ്മൾ സമൂഹത്തിനായി പ്രവർത്തിക്കാനായിട്ട് അവർക്ക് കഴിയണം. നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിയണം. അതിനൊരു ആശയം നല്ലൊരു നേതൃത്വത്തിന് നൽകാവുന്ന ക്രാക്ടിന്റെ ദൃഷ്ടിയിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽപ്പെട്ട ഏതാനും വികസന രേഖ അല്ലെങ്കിൽ വികസനം, നമുക്ക് ചാലക്കുടിക്ക് അടുത്ത 5 വർഷം വേണ്ട വികസനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പത്രികയുടെ പ്രകാശനമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. പ്രത്യേകിച്ച് ആ ഒരു വികസന പത്രിക നമ്മുടെ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികൾ മാതൃകയാക്കിക്കൊണ്ട് വരുന്ന 5 വർഷക്കാലം സമഗ്ര വികസനം ചാലക്കുടിയിൽ ഉണ്ടാകാൻ അവർക്ക് കഴിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആ വികസന പത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിന്റെ പ്രകാശന ക്രമത്തിലേക്ക് വന്ന എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു. ഇന്ന് ചാലക്കുടിയെ സംബന്ധിച്ച്, ചാലക്കുടിയുടെ വികസനത്തെ സംബന്ധിച്ച് ക്രാക്ടിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ട്. 2025 ഈ ഇലക്ഷൻ കാലത്ത് തന്നെ ക്രാക്ട് അത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വളരെയേറെ ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ് ക്രാക്ട് വികസനത്തിൻ്റെ പേരിൽ ഒരു സപ്ലിമെൻ്റ് ഇറക്കി. ആ സപ്ലിമെൻ്റ് ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ട് അവരെ ബോധവൽക്കരിക്കുക, അതിലുപരി നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഒരു സൂചന നൽകിക്കൊണ്ട് നമ്മുടെ പ്രസ്ഥാനം വളരെയേറെ ഗൗരവത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു പ്രധാന സംഘടനയാണ് ക്രാക്ട് എന്ന് നമുക്കെല്ലാവർക്കും. ക്രാക്ട് ആദ്യമായിട്ട് ചാലക്കുടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചാലക്കുടി എങ്ങനെയാണ് വികസിക്കേണ്ടത്, ചാലക്കുടിയുടെ ജനങ്ങളുടെ വികസനം എങ്ങനെയാണ് സാധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വികസന പത്രം പുറത്തിറക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം ഭരിക്കുന്ന ആളുകൾ
പിന്നീടുള്ള കാലഘട്ടത്തിൽ കിട്ടുന്ന ഫണ്ട് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. ഒരു വയോജന സ്ഥാപനത്തിനാണ് ഫണ്ട് വേണ്ടത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നഴ്സറിക്ക് അതിൻ്റെ ഫണ്ട് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് വികസനങ്ങൾ മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു പ്രവണതയാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി വികസനത്തിൻ്റെ ഫണ്ട് ചെലവഴിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരും. കാരണം ജനങ്ങളുടെ ആവശ്യം ഇതാണ്. ആ ആവശ്യം അനുസരിച്ചുകൊണ്ടുള്ള ഒരു വികസനമാണ് വേണ്ടത്. ക്രാഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ചാലക്കുടിയുടെ എല്ലാ നാഡി ഞരമ്പുകളും അറിയുന്ന, ചാലക്കുടിയുടെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു സംഘടനയാണ്. ചാലക്കുടിയിലെ എന്താ പറയുക, ഒരുപാട് റെസിഡൻസ് അസോസിയേഷനിൽ ചേർന്ന സംഘടനയാണ്. അപ്പോൾ അവരുടെ ഒക്കെ താല്പര്യങ്ങൾ, അതിൽ നിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു വികസന രേഖ. വിയ്യൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 97 പേർ കൂടി അഗ്നിരക്ഷാസേനയുടെ ഭാഗമായി. പാസിംഗ് ഔട്ട് പരേഡിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ സല്യൂട്ട് സ്വീകരിച്ചു. പത്തനംതിട്ട കോന്നിയിൽ പാറമടയിലെ രക്ഷാപ്രവർത്തനത്തിലും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിലും ഇടുക്കി ആനച്ചാലിൽ സ്കൈ ഡൈവിംഗിന് ഇടയിൽ ഉയരത്തിൽ കുടുങ്ങിയ ഒരു കുടുംബത്തെ രക്ഷിക്കുന്നതിലും മറ്റും അഗ്നിരക്ഷാസേനാംഗങ്ങൾ പ്രകടിപ്പിച്ച മികവ് കേരളത്തിലെ ജനങ്ങൾക്ക് അഗ്നിരക്ഷാസേനയുടെ പ്രവർത്തനങ്ങളിൽ വളരെയധികം മതിപ്പ് ഉളവാക്കിയിട്ടുണ്ടെന്ന് ഡയറക്ടർ ജനറൽ പറഞ്ഞു. പുതിയ സേനാംഗങ്ങളെല്ലാം ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കഴിവും ആത്മാർത്ഥതയും പ്രകടിപ്പിച്ച് കേരള അഗ്നിരക്ഷാ സേനയ്ക്ക് അഭിമാനമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഡയറക്ടർ എം നൌഷാദ്, ഡയറക്ടർ അരുൺ അൽഫോൺസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റെനി ലൂക്കോസ്, AS ജോഗി എന്നിവർ പങ്കെടുത്തു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ SL ദിലീപ് പരിശീലനാർത്ഥികൾക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന, പവന് 200 രൂപയാണ് കൂടിയത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 95,280 രൂപയാണ്. ഗ്രാമിന് ആനുപാതികമായി 25 രൂപയാണ് കൂടിയത്. 11,910 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. വ്യാഴാഴ്ച 2 തവണയാണ് സ്വർണ്ണവില കുറഞ്ഞത്. 2 തവണയായി പവൻ വില 680 രൂപയാണ് കുറഞ്ഞത്. വ്യാഴാഴ്ച ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയായ 95,080 രൂപയിൽ പവൻ വില എത്തിയിരുന്നു. ഒക്ടോബർ 17 രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവകാല റെക്കോർഡ്. പുതിയ റെക്കോർഡ് കുറിക്കുമെന്ന പ്രതീക്ഷ നൽകിയെങ്കിലും വില കൂടിയും കുറഞ്ഞു നിൽക്കുന്ന ട്രെൻഡാണ് വിപണിയിൽ കാണുന്നത്. ആഗോള വിപണിയിലെ ചലനമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ ആളുകൾ സ്വർണത്തിലേക്ക് വരുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില വർധനയ്ക്ക് കാരണം. അടിസ്ഥാന പലിശ നിരക്കിൽ 0.25% കുറവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിപ്പോ നിരക്ക് 5.25% ഭവന, വാഹന, വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ കുറവുണ്ടാകും. 3 ദിവസത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിന് ശേഷം RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് തീരുമാനം അറിയിച്ചത്. നിരക്ക് കുറവ് ഉടനടി പ്രാബല്യത്തിൽ വരുമെന്നും നിലവിൽ ഉയർന്നുവരുന്ന മാക്രോ എക്കണോമിക് സാഹചര്യങ്ങളെയും ഭാവി പ്രതീക്ഷകളെയും കുറിച്ച് MPC വിശദമായ വിലയിരുത്തൽ നടത്തിയതായി ഗവർണർ പറഞ്ഞു. റിപ്പോ നിരക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ഡിസംബർ 3, 4, 5 തീയതികളിൽ IPC യോഗം ചേർന്നു. ഉയർന്നുവരുന്ന മാക്രോ എക്കണോമിക് സാഹചര്യങ്ങളെയും ഭാവി പ്രതീക്ഷകളെയും കുറിച്ചുള്ള വിശദമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ റിപ്പോ നിരക്ക് 25 ബേസിസ് പോയിന്റുകൾ കുറച്ച് 5.25% കുറയ്ക്കാൻ MPC ഏകകണ്ഠമായി തീരുമാനിച്ചു. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് അറിയിച്ചത്. ഈ കലണ്ടർ വർഷം RBI MPC ഇതുവരെ റിപ്പോ നിരക്ക് 125 ബേസിസ് പോയിന്റ് കുറച്ചു. ഫെബ്രുവരി മുതൽ നിരക്ക് കുറയ്ക്കൽ തുടങ്ങിയിരുന്നു. ഫെബ്രുവരി മുതൽ ജൂൺ വരെ നിരക്ക് 6.5% നിന്ന് 5.5% കുറച്ചിരുന്നു. ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിലും ഇത് നിലനിർത്തിയിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വനിതാ ഇന്റർസ്റ്റോൺ ഇന്റർ കോളേജിയേറ്റ് ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 6-7 തീയതികളിൽ ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് ഓട്ടോണമസ് വനിതാ കോളേജിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 15ഓളം മികച്ച കോളേജ് ടീമുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജിനൊപ്പം പ്രമുഖ കോളേജുകളായ സെയിന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, പ്രൊവിഡൻസ് കോളേജ് കോഴിക്കോട്, സഹൃദയ കോളേജ് കൊടകര എന്നിവരും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു. ഡിസംബർ അവസാന വാരം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന താരങ്ങളെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നായിരിക്കും തെരഞ്ഞെടുക്കുക. കൂടാതെ ജനുവരി 22, 23, 24 തീയതികളിൽ SH കോളേജിൽ പ്രഥമ സൗത്ത് ഇന്ത്യൻ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് നടത്താൻ തീരുമാനിച്ചതായി സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ C. ഐറിൻ,
വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിൻസി ആൻഡോ, SH കോളേജ് എംപവർ പ്രസിഡന്റ് സാജു ആന്റണി പാത്താടൻ, പ്രൊഫസർ ഡോക്ടർ ജസ്മി ജോസ് എന്നിവർ പങ്കെടുത്തു. കായികമായിട്ടുള്ള വനിതകളുടെ വലിയ അധികം പ്രചാരവും അല്ലെങ്കിൽ പരിശ്രമവും നടത്തിക്കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇന്റർ സോൺ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഫൈനൽസ് എന്ന് പറയുന്ന രീതിയിലുള്ളത് ചാലക്കുടി SH കോളേജ് ഓട്ടോണമസ് വെച്ച് നടത്തുന്നു. കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരാണ് അവർ. അതിനേക്കാൾ വലുതായിട്ട് സൗത്ത് ഇന്ത്യ ലെവലിൽ തമിഴ്നാടും കർണാടകയും ആന്ധ്രയും എല്ലാ ടീമുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനുവരി 3-ാമത്തെ ആഴ്ചയിൽ ഒരു വലിയ ചാമ്പ്യൻഷിപ്പ് പരിപാടിക്ക് വേണ്ടി SH കോളേജ് മുന്നോട്ട് വരികയാണ്. യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 15ഓളം മികച്ച കോളേജ് ടീമുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ 2024-25 ചാമ്പ്യന്മാരായ ചാലക്കുടി സെക്രട്ടറി ഹാർട്ട് കോളേജിനൊപ്പം പ്രമുഖ കോളേജുകളായ സെന്റ് ജോസഫ് കോളേജ് ഇരിങ്ങാലക്കുട, പ്രൊവിഡൻസ് കോളേജ് കോഴിക്കോട്, സഹൃദയ കോളേജ് കൊടകര എന്നിവരും ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു. ഡിസംബർ അവസാന വാരം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടക്കുന്ന സൗത്ത് സോൺ ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ പ്രതിനിധീകരിക്കുന്ന താരങ്ങളെ ഈ ചാമ്പ്യൻഷിപ്പിൽ നിന്നായിരിക്കും തെരഞ്ഞെടുക്കുക. ഭാര്യ പിതാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡികളായ സഹോദരങ്ങൾ റിമാൻഡിലായി. പുല്ലൂർ ഊരകം നെല്ലിശ്ശേരി വീട്ടിൽ 27 വയസ്സുള്ള ജിറ്റ്, സഹോദരൻ 26 വയസ്സുള്ള റിറ്റ് എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആളൂർ വാഴപ്പള്ളി ചക്കാത്ത് വീട്ടിൽ പരാതിക്കാരൻ 53 വയസ്സുള്ള ബിജുവിന്റെ മകളുടെ ഭർത്താവാണ് ജിറ്റ്. മകളെ ജിറ്റ് ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് പതിവായതിനെ തുടർന്ന് ജിറ്റുമായി പിരിഞ്ഞ മകളും കുഞ്ഞും 10 മാസമായി പരാതിക്കാരന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യയെയും കുഞ്ഞിനെയും വിട്ടുകിട്ടണം എന്ന് പറഞ്ഞാണ് ജിറ്റ് സഹോദരൻ ഒന്നിച്ച് പരാതിക്കാരന്റെ വീട്ടിലെത്തിയത്. എന്നാൽ മകൾ പേടിച്ചിട്ട് ജിറ്റിന്റെ കൂടെ പോകാൻ തയ്യാറായില്ല. ഇതിനെ തുടർന്നുള്ള വൈരാഗ്യത്താലാണ് പ്രതികൾ പരാതിക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രതികൾ 2 പേരും ഇരിയാലക്കുട പോലീസ് സ്റ്റേഷനിലെ റൌഡികളാണ്. ജിറ്റ് ഇരിയാലക്കുട, ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസുകളിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും ഒരു അടിപിടി കേസിലും അടക്കം 5 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. റിറ്റ് ഇരിയാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും ആശുപത്രിയിൽ അതിക്രമം കാണിച്ച് നാശനഷ്ടം വരുത്തിയ കേസിലും 3 അടിപിടി കേസിലും ലഹരിക്ക് അടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലും അടക്കം 6 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SI KT ബെന്നി, ഗ്രേഡ് SI പ്രസന്നകുമാർ, CPMമാരായ ആഷിഖ്, ശ്രീജിത്ത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത്. വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ കഴുത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലെ പ്രതി റിമാൻഡിലായി. അവിട്ടത്തൂർ തട്ടശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള സുശാന്തിനെയാണ് റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. അവിട്ടത്തൂർ വരിക്കാശ്ശേരി വീട്ടിൽ 53 വയസ്സുള്ള ജഗദീഷ് ചന്ദ്രനെയാണ് മുൻവൈരാഗ്യത്താൽ അവിട്ടത്തൂരിലുള്ള വീടിന്റെ സിറ്റൌട്ടിലേക്ക് അതിക്രമിച്ചു കയറി വടിവാൾ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. സുശാന്ത് കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആയുധ നിയമപ്രകാരമുള്ള ഒരു കേസിലും ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഞ്ചാവ് ബീഡി ഉപയോഗിച്ച കേസിലും പ്രതിയാണ്. ആളൂർ SI KT ബെന്നി, ഗ്രേഡ് SI ജെയ്സൺ, ASI രജീഷ്, CPO സമേഷ്, അനു, സുജിത് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ചാലക്കുടി നായരങ്ങാടി KK റോഡ് കാരക്കുളത്ത് പരേതനായ രാമകൃഷ്ണന്റെ ഭാര്യ രാജിനി രാധിയായി 78 വയസ്സായിരുന്നു സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര കുഴൽപ്പണ കേസ് കൊച്ചിയിലെ ED കോടതിയിലേക്ക് മാറ്റാൻ നീക്കം. പിള്ളപ്പാറയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ചെറിയ ചാണശ്ശേരി രാധാകൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചത്. മൂക്കന്നൂർ വികസന സമിതി നേതൃത്വം നൽകുന്ന ജനകീയ വികസന മുന്നണി 8 വാർഡുകളിൽ ഒരു മുന്നണിയായി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ലഹരി വേണ്ട സ്പോർട്സ് മതി എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് 2ാമത് മോർണിംഗ് സ്റ്റാർ ടൂർണമെന്റ് അങ്കമാലിയിൽ ഡിസംബർ 15-16 തീയതികളിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.